ഹലോ ഫാമിലി, മലയാളത്തോടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ നെമ്മാറയിലെ പെറ്റ്സ് പാർക്കിലേക്കാണ്. പെറ്റ്സ് പാർക്ക് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഇങ്ങനെ പെറ്റ്സ് കാറ്റഗറി ആയിട്ടുള്ള അനിമൽസ് ആയിരിക്കും. പെറ്റ്സ് കാറ്റഗറി സിമ്പിളായിട്ട് കരുതണ്ട. അതായത് നമ്മുടെ പാമ്പ് നമുക്ക് ഇവിടെ തൊടാൻ പറ്റും. അതേപോലെ തന്നെ റെക്കൂണ്, പിന്നെ സ്മോളസ്റ്റ് കൗ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പൊ അനിമൽസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ഒരു പാർക്കാണത്. എന്താ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇതൊരു അടുത്തായിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എല്ലാ ബേർഡ്സിനെയും അനിമൽസിനെയും പ്രോപ്പറായിട്ട് കാണാൻ പോവാണ്. കുറച്ച് ഇരുട്ടാണ്, ഒരു സെറ്റപ്പിലാണ്, മഴ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാലും നമ്മൾ പോകുന്നതാണ്. കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വൈൽഡ് ലൈഫ് അല്ല, അതായത് നമ്മളുടെ ഈ സിംഹം, കരടി അങ്ങനത്തെ സെറ്റപ്പ് അല്ല, ഒരു നോർമൽ പെറ്റ്സ് പാർക്കാണ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പൊ ഇതാണ് പാർക്കിംഗ്. പാർക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. എന്തായാലും വെറൈറ്റി മൃഗങ്ങളിനെ അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വ്ളോഗിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഇപ്പോൾ എന്തായാലും സമയം ഒരു 6:30 ആയിട്ടുണ്ട്. കുറച്ച് ഇരുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൽ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഉള്ളിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ നെമ്മാറ പെറ്റ്സ് പാർക്ക് എന്നൊരു വേറെ ബോർഡ് ഇതിൽ കൂടെ ഉണ്ട്. അത് സൈഡിലൊരു വീടാണ് കാണുന്നത്. നമുക്കിവിടെ പോകുമ്പോൾ തന്നെ അതിൻ്റെ ബൗണ്ടറി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഒരു ബാമ്പുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വണ്ടി വരില്ല, കുറച്ച് ദൂരത്ത് നിന്ന് വരണം. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റ്സ് പാർക്ക്. പക്ഷേ ഇവിടെ പാർക്കിംഗ് ഉണ്ടായിട്ടും അവിടെ ഐ തിങ്ക് നമുക്ക് ബൈക്ക് കൊണ്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ റൂൾസ് ആണ് ഇതൊക്കെ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിച്ച് നോക്കാം. പിന്നെ ATV ഉണ്ട് കേട്ടോ. 2 ATV ഉണ്ട്. അതായത് 2 സീറ്ററും 1 സീറ്ററും ഉണ്ട്. അതിന് വേറെ ചാർജസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ അഡൽട്സിന്റെ എൻട്രി 200ഉം കിഡ്സിന്റെ 150 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു കഫറ്റേറിയ. വേണമെങ്കിൽ ചായ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ നെമ്മാറ പെറ്റ്സ് പാർക്ക് വേണ്ടിട്ടൊരു ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ മക്കൗസിനെ കാണാൻ പറ്റും. നമ്മളുടെ റിയോ ഒരു സിനിമയൊക്കെ ഉണ്ട്, അതുപോലെയാണ്. സെയിം അത് ആ ഒരു കളറിലാണ്. അതിൽ ഫുൾ ബ്ലൂ ആണ്, പക്ഷെ ഇതൊരു യെല്ലോ കളറും ബ്ലൂ കളറൊക്കെ ചേർന്നിട്ടൊരു കളർ. അടിപൊളിയാണ് കേട്ടോ അത്. പിന്നെ ഇത് നമ്മുടെ ഒരു ഗ്രേ കളർ ആയിട്ടുള്ള ഒരു ഇതാണ്, റെഡ് കളർ ടെയിലൊക്കെ ആയിട്ട്. ഇത് മെക്ക തന്നെയാണ്, പക്ഷെ വേറൊരു ബ്രീഡാണെന്ന് മാത്രം. അപ്പോൾ ആള് നമ്മുടെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ നല്ല പറിച്ചെടുക്കാൻ നോക്കുകയാണ്. അയ്യോ, ഭയങ്കര രസമുണ്ടോ കാണാനായിട്ട്. എന്തായാലും ഇങ്ങനത്തെ ഒരെണ്ണം വീട്ടിൽ വളർത്തുന്നുണ്ട്, പക്ഷെ ഭയങ്കര സൗണ്ട് ആയിരിക്കും എന്തായാലും. ഇതാണ് മെയിൻ ഐറ്റം, അതായത് പൈത്തനാണിത്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടി തോന്നുമെങ്കിലും പക്ഷെ കുഴപ്പമൊന്നുമില്ല. സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം, തൊട്ടൊക്കെ നോക്കാം. പക്ഷെ നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ആ സാധനം കടിക്കും. അതവർ പറഞ്ഞു തന്നു. നമ്മൾ ഓവർ അതിനെ പ്രസ് ചെയ്യാൻ പാടില്ല. ഇതും പൈത്തൻ തന്നെയാണ്, ബനാന പൈത്തൻ എന്നാണ് വിളിക്കുക. സയന്റിഫിക് പേര് വേറെ ഒരു പേരാണ്. അടുത്ത ഇതൊരു ഇഗ്വാനയുണ്ടോ. അതായത് അതായത് പാമ്പിന്റെ ആ ഒരു തോലും ഇതിന്റെ തോലും ഏകദേശം സെയിം ആയിട്ട് സിമിലർ ആയിട്ട് തോന്നും. തോന്നിന് കുറച്ചും കൂടി വലിയ സൈസ് സാധനമാണ് കേട്ടോ. ഇത് കളറൊന്നും മാറത്തില്ല. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഗോൾഡൻ റിട്ടേറിനെ കാണും. ഭയങ്കര ക്യൂട്ടാണ് ആള്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ആക്ച്വലി ഇങ്ങനത്തെ ഒരെണ്ണത്തിന് വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ വയ്യ. പിന്നെ ഇങ്ങനത്തെ ഡോഗിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. നോക്കുമ്പോൾ നന്നായി നോക്കണം. ഭയങ്കര മെയിൻ്റനൻസ് ഒക്കെ വേണ്ട ഒരു ബ്രീഡാണിത്. ഇതാണ് സ്നേക്ക് ഹൗസ്. സ്നേക്ക് ഹൗസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് പോയപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച, അതൊരു ഹാംസ്റ്ററിന് മിഴുങ്ങണ ഒരു കാഴ്ചയുണ്ടോ. അതൊരു പൈത്തൻ തന്നെയാണ്. പൈത്തൻ ഒരു ഹാംസ്റ്റർ മിഴുങ്ങുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് എങ്ങനെയാണ് ഇത് ഒരു ഭക്ഷണം കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഭക്ഷണം കണ്ടോ, ഇത് ഈ സാധനമാണ്, ഇതേപോലത്തെ സാധനം അത് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന് വിശക്കുമ്പോൾ ഇതിനെ കഴിക്കും. ഈ ഹാംസ്റ്റേഴ്സിനെ ഇതിനായിട്ട് ഇവിടെ വളർത്തുന്നത് തന്നെയാണ്. അതായത് ഫുഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വളർത്തുന്ന ഒരു എലി ടൈപ്പ് സാധനമാണ് ഈ ഹാംസ്റ്റർ പറയുന്നത്. അപ്പോൾ ഹാംസ്റ്റർ ഭയങ്കര പാവമായിട്ടൊരു ജീവിയാണ് ശരിക്കും. കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. പക്ഷേ പാമ്പിനും ഫുഡ് വേണമല്ലോ, അതാണ്. ഇവിടെ ഒരു ആനക്കോണ്ടിനെ നമുക്ക് കാണാൻ പറ്റും. ആനക്കോണ്ട കുട്ടിയാണിത്. ഇത് കുറച്ചും കൂടി ഇനി വലിപ്പം വയ്ക്കും. അതിനൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റാബിറ്റിനെ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മേ, എന്നാലും നേച്ചറിൻ്റെ ആ ഒരു കളി ഭയങ്കര കളിയാണ് കേട്ടോ. അതായത് ഇത്ര പാവം ജീവിയാണത്. കാണുമ്പോൾ ഒക്കെ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നിയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ബ്രോ ആണ് അവിടെ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത്. അവിടെ ബാക്കിയുള്ളവരും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ അവിടെ? അല്ല, ബ്രോ ആണോ ചെയ്യുന്നത്? എങ്ങനെയാ? എല്ലാവരും കൊടുക്കും. ഓക്കെ. നല്ലൊരു അടിപൊളി കുതിരയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി റൗണ്ടൊക്കെ അടിക്കാം. വേറൊരു കുതിരനെ ഒരു കേജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്.
ഒരു റേറ് കുരങ്ങൻ്റെ ഒരു ബ്രീഡാണ് കേട്ടോ. ഭയങ്കര കുസൃതിയാണ് കേട്ടോ. ഫുള്ള് ചാടി നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈപ്പ് ഓഫ് കുരങ്ങനാണ്. അടുത്തത് നമ്മുടെ ആമയാണ്. അതായത് ഡു നോട്ട് ടച്ച് എന്നൊക്കെ ബോർഡിങ്ങനെ കാണാം. പക്ഷെ ആൾക്കാർ തൊടുന്നൊക്കെ ഉണ്ട്. 150 വർഷമുണ്ട് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാലേ. അത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഈ പാമ്പിനൊക്കെ തൊടണം എന്നൊക്കെ ഒരു ആഗ്രഹമായിട്ട് കുറേ ആയി. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് സാധിക്കാൻ പറ്റി. ഈ പാമ്പിന് നമുക്ക് എന്തായാലും നേരിട്ട് തൊടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചേരയാണെങ്കിൽ കൂടി പേടിയാണ്. അപ്പോൾ പക്ഷെ ഇവിടെ വന്നിട്ട് 3-4 തരത്തിലുള്ള പൈത്തൻസിനെ തൊടാൻ പറ്റി. അതെന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ടോർട്ടോയ്സ് ഉണ്ട്. അതായത് സൂ എന്നൊക്കെ ഞാൻ പണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സൂ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ടും കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അടിപൊളിയായിരിക്കും. ഒരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും ഒരു പരിപാടികളുണ്ട്, ഇനിയും കാണാം. ബംഗാൾ ക്യാറ്റാണോ അത് ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല. പിള്ളേർ കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനത്തെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറച്ചൊരു എംപ്റ്റി സ്പേസ് കൊടുത്തിട്ട് പിന്നെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കി ഒരു ആമനെ കാണാം. നെക്സ്റ്റ് സെക്ഷൻ നമ്മളുടെ വാട്ടർ ബേർഡ്സ് ആണ്. അതായത് നമ്മളുടെ ഡക്ക്, സ്വാന്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. അതെനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. നോർമൽ തന്നെയാണ്. നമ്മളുടെ ഈ ഡക്ക്, 2-3 സ്വാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാട്ടർ ബേർഡ്സ് പറയുമ്പോൾ അത്ര തന്നെ ഉള്ളൂ. കുറച്ചും കൂടി ആഡാക്കി കുറച്ചും കൂടി ബെറ്റർ ആയി. എന്തായാലും ഇനിയും ഇവർ കുറച്ചും കൂടി ആഡ് ആക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഇനിയും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്ലാക്ക് സ്വാനൊക്കെ ഭയങ്കര റെയറാണ്. എന്തായാലും ഇനി നമുക്ക് അടുത്ത ക്യാമലിൻ്റെ പോവാം. അടുത്ത നമ്മൾ നല്ല അടിപൊളി ഒട്ടകമാണ് കേട്ടോ. എനിക്ക് ഒട്ടകത്തിനെ കാണുക മറ്റേ സലീം കുമാറിന്റെ ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരിക. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ എന്താ ഫ്രൈ ആക്കിയാലോ? മറ്റേ ആടുജീവിതത്തിലെ ഒരു ഷോട്ട് ഉണ്ട്. അത് ഇങ്ങനെയായ ഒരു ഷോട്ട്, അതായത് ആ കണ്ണിൽ ഒട്ടകത്തിന്റെ കണ്ണിൽ വെച്ചിട്ട് ഷോട്ട് ഉണ്ട്. കിടിലൻ ഷോട്ടാണത്. റെക്കൂണിന് ഭയങ്കര ദേഷ്യമാണേ. തന്നെ ദേഷ്യമുണ്ടോ? റെക്കൂൺ സ്മോളസ്റ്റ് കവാണ് കേട്ടോ അത്. ഒരു രാവിലെ മോർണിംഗ് ആയിട്ടൊക്കെ വരാൻ നോക്കാം. ഒരു ഈവനിങ്ങും, അതായത് ഒരു ഇരുട്ടാണ് മുമ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇത് കുറച്ച് ആടുകളും വയലൊക്കെ നെല്ലിയാമ്പതിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ആടിനെ കണ്ടിട്ടുണ്ട്. എൻ്റെ റോമൊക്കെ എന്തോ പ്രശ്നമായിട്ട് കിടക്കുകയാണ് തോന്നുന്നു. ഓളപ്പരും പിന്നെ നമ്മുടെ കാലവണ്ടി സെറ്റപ്പൊക്കെ ഉണ്ട്. പുള്ളിക്ക് പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. കോടമ്പല് യൂസ് ചെയ്യുന്നതാണ്. ഒട്ടകത്തിന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒട്ടക പക്ഷിയാണ് നമ്മുടെ ഓസ്ട്രിച്ചാണ്. ഉറക്കാൻ പോകുന്ന ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് തോന്നുന്നു. കാരണം അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെ വന്നതിന് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നേനെ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഫ്ലാഷ് ലൈറ്റ് എടുത്താൽ നോക്കിക്കൊണ്ടിരിക്കണേ. ഓസ്ട്രിച്ചും അതേപോലെ തന്നെ ഈ എമ്മുവിനെ ഒരേ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. എമ്മ കുറച്ചും കൂടി ചെറുത് എന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഫെദേഴ്സ് ഒരുമാതിരി ഇങ്ങനെ നമ്മുടെ ഈ ചൂലൊക്കെ പോലെ ഉണ്ട്. കറക്റ്റ് ഒരു പ്രത്യേകതരം ഒരു ഫെദറാണ്. അടിപൊളിയായിട്ടുള്ള മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടും കാണാനൊന്നും പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ചൂടൊക്കെ പോയി അത്യാവശ്യം ഒരു മഴയുള്ള ക്ലൈമറ്റ് കാണാം. മഴ അടിപൊളി മഴയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷെഡിൻ്റെ താഴെ പോയിട്ട് അവിടെയെങ്കിലും നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മഴ വന്നു. മൊത്തം നനഞ്ഞു. കാണിച്ചു തരാൻ കണ്ടോ, ഫുള്ള് മഴയാണ്. എന്തായാലും എല്ലാം കണ്ടു കഴിഞ്ഞു. എന്തായാലും അതൊരു സമാധാനം. പക്ഷെ ഇടയ്ക്ക് വെച്ച് വങ്ങാനും മഴ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ മഴക്കാലത്തും കാരണമൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക വരാനായിട്ട്. പിന്നെ ഒന്ന് സൺലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് വരാൻ നോക്കുക. കാരണം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. This is Mallam Throttle signing off.